കണ്ണോരങ്ക് പൊന്നോരങ്ക് കൺമണിയേ നീയോരങ്ക്. സ്വന്തമായിട്ട് പ്രസവിച്ച് പൊക്കിള് മുറിച്ച കുട്ടിയാന്ന് മണിയായിട്ട്. തങ്ക ഓ എല്ലാ തങ്കകളും ബെരി അച്ഛമ്മൻ്റെ അടുത്ത്. അപ്പൊ നമ്മള് കർണാടക ഉള്ളത്. അപ്പൊ ഇന്നലെ രാത്രി ദസറ എല്ലാം കഴിഞ്ഞു. ഇന്നലെ ഇവിടെയാണ് താമസിച്ചിന്. അപ്പൊ അമ്മക്ക് സുഖമില്ല. അപ്പൊ അമ്മേനെയും കണ്ട് ദസറ അങ്ങനെ കണ്ടിട്ട് പോവാച്ചിട്ട് അങ്ങനെ വന്നെയാണ്. അപ്പൊ പോകുമ്പോ നമ്മളൊന്ന് അമ്മേന്റെ അടുത്ത് കേറണം. ഇന്നലെ കേറി. അതെ, ഇന്നലെ കേറുമ്പോ നൈറ്റ് ആയതുകൊണ്ട് അതിനെ വീഡിയോയിലൊന്നും കാട്ടാനായിട്ടില്ല. അതെ. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ പോകുമ്പോ ഒരിക്കലും കൂടി കേറിയിട്ട് പോവാച്ചിട്ടാണ്. അപ്പൊ എല്ലാരും കീഞ്ഞി. അപ്പൊ ഇവിടെ വെച്ചാല് ഭയങ്കര ഒരു നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള കോഫി തോട്ടവും. ദസറ അടിപൊളിയല്ലേ? പറയണ്ടേ? അത്തിപ്പഴം കാണാം. അതിന്റെ മരം ഓ ഇത് പൗത്തിന് ഇതന്നെ നമ്മൾ റോഡ് സൈഡിൽ ഫ്രൂട്ട് കടയില് നല്ല ബോക്സ് ആക്കിയിട്ട് കോസ്റ്റ്ലി ഫ്രൂട്ട് പറഞ്ഞിട്ട് സെയിലാക്കല്. ഇതിന്റെ ഇതാ നാച്ചുറലും പിന്നെ റിയൽ ആയിട്ടും ഇതിവിടെ. അത്തിപ്പഴത്തിനെ കൊണ്ടല്ല ഏറും കളിയാട്ടാ. എന്റെ മണ്ടക്കല നോക്കിയേ. ഓ കുറച്ചുകൂടി പോകാനുണ്ട്. ശരിക്ക് പോത്തിട്ടില്ല. ആയെങ്കിൽ ഇതാ നല്ല ഒറിജിനൽ ആയിന്. ഇതിന്റെ ഉള്ളിൽ ഇതാ തിന്നണ്ടേ. ഇതാ കാണുമ്പോ ആർക്കും തിന്നാൻ തോന്നുന്നില്ല. പക്ഷെ അതാ തിന്നണ്ടേ. നല്ല സാധനം. ഇത് ഇവിടെ ഇപ്പൊ മരത്തിൽ കാണുമ്പോ ആർക്ക് തിന്നാൻ തോന്നുന്നില്ല. ഇതേ നല്ല ഒരു ബോക്സിലാക്കിയിട്ട് ഇതിക്കിപ്പോ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ. ഇതൊക്കെ ഒരു കിലോക്ക് ഒരു 500 രൂപ റേറ്റ് എല്ലാം ആക്കിയെങ്കിൽ അപ്പൊ എല്ലാവർക്കും തിന്നാന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആരെല്ലാം വരുമ്പോൾ ചോദിക്കലുണ്ട് ഈ ഹോം സ്റ്റേ ഉണ്ടോ ഇവിടെ ഉണ്ടോ അതിനടുത്ത് വിളിച്ച് ചോദിക്കലുണ്ട്. ഞാൻ മണിയാട്ടിന്റെ നമ്പറിൽ കൊടുക്കേ. ആരെങ്കിലും ആവശ്യമുണ്ടോ മണിയാട്ടിനൊന്ന് കോൺടാക്ട് ചെയ്തോട്ടാ. ഇവിടെ റൂം ആർക്ക് എങ്ങനെ വരുന്നുണ്ട് അങ്ങനത്തെ അറേഞ്ച്മെന്റ് നമ്മൾ ആക്കി തരാം. ഇപ്പൊ സിംഗിൾ ആയിട്ട് വന്ന സിംഗിൾ, ഡബിൾ ആയിട്ട് വന്ന ഡബിള്, പിന്നെ ഗ്രൂപ്പ് ആയിട്ട് വന്ന ഗ്രൂപ്പ്. ഇതെല്ലാം എങ്ങനെ ഉണ്ടാവും പറഞ്ഞെങ്കിൽ ഇതിന്റെ വ്യൂ അത്ര തന്നെ. അപ്പുറം പോയി നിന്ന് നോക്കി നല്ല വ്യൂവും പിന്നെ സിംഗിൾ കോട്ടേജും പിന്നെ ഇതെല്ലാം ഓടിട്ടിട്ട് ആക്കിയിട്ടില്ലതാ. കോൺക്രീറ്റ് ഒന്നും അല്ല, എല്ലാം റിയൽ ആയിട്ട് പിന്നെ പഴയ മോഡലായിട്ടും എല്ലാം നാച്ചുറൽ ആയിട്ട് പിന്നെ ചുറ്റും പച്ചപ്പും അത്ര തന്നെ എല്ലാം ഒറിജിനൽ ആയിട്ടേ ഉണ്ട്. തേൻകൂട് ഇതിന്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ ഹോം സ്റ്റേ. ഇതിനുള്ളിൽ വന്ന് നോക്കുമ്പോല്ലേ ഫോണിന് നെറ്റൊന്നുമില്ല, വൈഫൈ ഉണ്ട് ഇടാൻ തോന്നുന്നു, നമ്മളെടുത്തില്ല. അപ്പോ ഒരു വേറെ തന്നെ ഒരു സ്ഥലത്ത് നല്ലൊരു ഇത് ആയിട്ട് തണുപ്പും ഇതാ ഏച്ചിന്റെ ഇട. ഹായ്, നിങ്ങൾ കണ്ണൂരിനെ അല്ലേ? പേരെന്നാ? നികേഷ്. സജീന. നിങ്ങൾ ഇവിടെ കുറേ വർഷമായിടാ? അതെ, ഞങ്ങളിപ്പോ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഒരു 25 വർഷമായി. അറ്റാച്ച്മെന്റ് എടുത്തതാ. 100 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ പോയിട്ടുണ്ട് മണിയാട്ടിന്റെ എസ്റ്റേറ്റിലേക്ക്. ഇങ്ങനെ കുറേ ഹോം സ്റ്റേ ഡീറ്റെയിലായിട്ട് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം കൂടെ വരും. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് മൊത്തം പച്ചപ്പായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എന്ത് രസമാണ് ഇതാണ്. നമ്മൾ ഇതുപോലത്തെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ അല്ലേ മണിയേട്ടാ? കുറേ ഹോം സ്റ്റേകളുണ്ട്. ണ്ട് അതിൽ നല്ലത് ഏതുണ്ട് അതിനെ സെലക്ട് ആക്കിയിട്ട് നമ്മള് അതിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കല്. കോഫി തൊട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കും. ബാൽക്കണി അല്ലേ മണിയേട്ടാ? അപ്പുറം എല്ലാ ബാൽക്കണിയിൽ നോക്കുമ്പോൾ ഇങ്ങനെയുണ്ടാവും കേട്ടോ വ്യൂ. ഇതിന്റെ ഈ ഒരു മൊത്തത്തില് 3 കോട്ടേജ് ഉണ്ട്. 1, 2, ഇപ്പൊ നമ്മൾ നിന്നത് 3. എല്ലായിലും ഇതേപോലത്തെ ഒരു ബാൽക്കണി ഉണ്ട്. അത് എല്ലാ വ്യൂവും ഉണ്ട്. റംബൂട്ടാൻ ഉണ്ട് കേട്ടോ. അപ്പൊ ശരി, കാണാം. ഓക്കെ, ഇനി വരുമ്പോ കാണാം. അപ്പൊ ഇന്നലെ നമ്മൾ ഏകദേശം 3 മണിക്കാണ് നമ്മളെ വീട്ടിൽ നിന്ന് വിട്ടത്. നേരെ നമ്മള് 6:30 മണിയാകുമ്പോൾ ഇവരെ വീട്ടിലെത്തിയിട്ട് നേരെ മടിക്കേരി പോയി. അവിടുന്ന് പൊന്നമേനടുക്ക് പോയി, അവിടുന്ന് ദസറേനടുക്ക് പോയി. എല്ലാം കഴിഞ്ഞ് രാത്രി വന്ന് നമ്മൾ പൊളിച്ചാകുമ്പോൾ നമ്മൾ എത്തിയ ഒന്ന് ഇവിടെ ഒന്ന് ഫ്രഷ് ആയി നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങി. കയറി പോകുന്ന വഴിയിൽ അത്തിപ്പഴുണ്ട് കേട്ടോ. എന്താ ഇങ്ങനെ കയറുന്ന സ്ഥലം കേട്ടോ. ഇതിനെന്നാ പറയാ ചേച്ചി? കൊളാമിപ്പോ അല്ലേ? ഞാൻ പാവാട പൂന്നാ പറഞ്ഞ. ശരിക്കും ഒരു പിടീന്റെ പാവാട മാതിരി ഉണ്ട്. താഴെ വീതി മേലെ ഇങ്ങനെ കൂത്തിട്ട് നല്ല രസമില്ല കാണാൻ. നിറയെ പൊട്ടിട്ടാണ്. എല്ലാവരും രസമുണ്ടെന്ന് പറഞ്ഞേട്ടെ ചേച്ചി. സങ്കടം അങ്ങനെയല്ല. ഇപ്പൊ വീഡിയോ നമ്മള് ഇതിന്റെ അങ്ങോട്ടേക്കല്ല റോഡിന് പണ്ട് ഞാൻ ഈ എസ്റ്റേറ്റില് കൊറേ കൊട്ട കറക്കാൻ വന്നിന്. കുരുമുളകിന്റെ അല്ല കാപ്പിന്റെ.
കാപ്പിന്റെ കേട്ടാ. കുരുമുളകിന്റെ പറയുന്നവരുണ്ട്, തെറ്റാണ്, കാപ്പിന്റെ ആണ്. അപ്പൊ കൊട്ടവറുക്ക വന്നിട്ടുള്ളൂ. കൊട്ടവറുക്ക പറഞ്ഞാല് കാപ്പി നല്ല ആയതിനു ശേഷം താല് വീണത് കൊടുക്കും. കാപ്പി ആയി കേട്ടാ മൊത്തത്തില്. കൊടകിന്റെ ഈ കൊട്ടവർക്ക് നമ്മളെ സാധാരണ കൊട്ടയിൽ പൂ വെറുക്കും അല്ലെങ്കിൽ അണ്ടി കൊട്ട വെറുക്കും, അങ്ങനെയാ കൊട്ട വെറുക്കുവാന്ന് വെച്ചാൽ അതിന്റെ കൊട്ട വെറുക്കാനാണ്. കൊട്ട കുറെ ഇട്ടിട്ടുണ്ടാവും നിലത്ത്. അതാ ഞാൻ കരുതിയത്. അപ്പൊ ഇവിടെ ഫുള്ളായിട്ട് കാപ്പി പൂവുള്ള സമയത്ത് വരുമ്പോ നല്ല മണിയായിരിക്കും കാപ്പി. അത് വേറൊരു ഇതാണ്. ഇപ്പൊ കാപ്പി ആയി ഈ എസ്റ്റേറ്റിലൂടെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു തണുപ്പും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ മുമ്പൊരിക്കൽ ഞാനും കവിയും കൂടി ബൈക്കിൽ ഇതിലൂടെ ഇങ്ങനെ അവക്കിട്ട് ആ വ്യൂ ഇതിലൂടെ ഇങ്ങനെ ഓടിച്ചെന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 3 വർഷം മുന്നേ. കവി ഓർമ്മയുണ്ട് എൻഫീൽഡിൽ ഇങ്ങനെ ഞാൻ എസ്റ്റേറ്റിന് അങ്ങത്തോളം നമ്മൾ പോയിട്ടുണ്ടായി. അങ്ങോട്ട് ഓടിക്കാൻ എന്റെ മുഖത്ത് വ്യൂ ഇല്ല. അപ്പൊ അങ്ങോട്ടേക്ക് ഒരേ എടുത്ത് കവിയെ ക്യാമറ ഓടിക്കുന്നേട്ടാ. അപ്പൊ നമുക്ക് എന്ത് രസമാണ് അങ്ങോട്ട് കാണാൻ വേണ്ടിട്ട്. ഓ എന്ത് രസാറേ. ഇതാണ് കവിന്റെ പോസ്റ്റ് ഓഫീസ്. കണ്ട് കവിക്ക് ലവ് ലെറ്ററിൽ വന്നാല് ഇടുന്ന എടുക്കല് കവിത. അപ്പൊ നമ്മളെ അമ്പലം ഭദ്രകാളീശ്വരി ടെമ്പിള്. നമ്മൾ ഇന്നലെ വന്ന മടിക്കേരിയൊക്കെ വീണ്ടും വരുമെന്നേട്ടാ. അതെ അതെ, ഇതെല്ലാം ഇവിടെ വീടാണ്. നല്ല സൗകര്യം ഉണ്ടാവും. പുറത്ത് കാണുന്നല്ല, ഉള്ളിൽ നല്ല സൗകര്യം ഉണ്ടാവും. ഇതൊരു ചെറിയ തെരുവ് പോലെയാണ് കേട്ടോ. അതുണ്ട ഈ വീടണ്ട, ഉള്ളിൽ നല്ല രസമായിരിക്കും കാണാൻ. അത്ര ഹൈറ്റ് ഉണ്ടാവല്ലോ. എല്ലാം വീടാണ് കേട്ടോ. അപ്പൊ നമുക്ക് അമ്മേനെ കാണാൻ പോവാം. ഏട്ടന്റെ ഒരു മുന്നിൽ വന്നിട്ടുണ്ട്. ഒരു ലേസം കുറവുണ്ട് മക്കളെ. വരുമ്പോ ഉണ്ടായ പോലെ എനിച്ചിരിക്കുന്നില്ലേ? ആ എനിച്ചിരിക്കുന്നു, നല്ല വെയിലത്ത് പോയിട്ട് നിൽക്കുന്നു, എല്ലാം ആവുന്നുണ്ട്. ചൂടാ വേണ്ടതില്ലേ? ഡോക്ടർ വന്നിട്ട് ഒരു ഹീറ്റർ എടുത്ത് വെക്കാൻ പറഞ്ഞിന്. അതൊന്ന് കൊണ്ടുപോയെങ്കിൽ ഒരുമാതിരി സെറ്റപ്പ് ആവും. ഈ വലിവിന്റെ അസുഖം എന്ന് പറഞ്ഞാൽ എനക്കുണ്ട്. എനക്കറിയാം ഇതിന്റെ കറക്റ്റ് പരമ്പര സ്വത്താണ് എനക്ക് കിട്ടി. എന്ന് വെച്ചാൽ ഇതിന്റെ സുഖം എന്ന് പറഞ്ഞാല് നമുക്ക് തണുപ്പ് വരുമ്പോ നമുക്ക് തൊണ്ടക്കുന്നൊരു കുറുകുറുവ് വരും. ഞാൻ ഇപ്പൊ ഒത്തിരി ദിവസം ഞാൻ ട്രീറ്റ്മെന്റിലുണ്ടായിന്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് വന്നുകൊണ്ട് എനിക്ക് നാളെ മുതൽ ആദ്യം ഗുളി കുടിക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കണ്ടേ, കുറുകുറുന്നായി തുടങ്ങി. അത് ഇത് തണുപ്പിൽ വന്നാൽ അപ്പം ഉണ്ടാവും. പക്ഷെ നമുക്ക് തണുപ്പ് പോകാണ്ടിരിക്കാൻ കഴിയില്ല. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ തണുപ്പായതുകൊണ്ട് അമ്മക്ക് എപ്പോഴും വരും ഇത്. എന്റെ ഡാൻസ് സുന്ദരി, എന്റെ ഡാൻസ് സുന്ദര. അങ്ങനെ അച്ഛമ്മക്ക് പാനില്ല പറയാന്ന് തുള്ളാന്ന്. അമ്മമ്മക്ക് എന്താക്ക ഈ ആസ്പത്രിയിലൊന്നുമില്ല. നമ്മളുടെ പോരേണ്ട കാട്ടി വൃത്തിയാ. എപ്പോഴും വീട്ടിലേക്ക് വരുമ്പോ അമ്മ മുന്നിൽ നിന്നിട്ടുണ്ടാവും കൈ നീട്ടി സ്വീകരിക്കാൻ. ഇപ്രാവശ്യം വരുമ്പോ അമ്മ ഹോസ്പിറ്റലായി പോയി. കുഴപ്പമില്ല, കുറവുണ്ടല്ലോ. കുറവുണ്ട്. അതേ തങ്കത്തിനെ നോക്ക പറയുമ്പോ തങ്കം വായി തുറന്ന് സീനോ ഇന്നലത്തെ അടഞ്ഞീന്, അതുകൊണ്ട് വായിൽ ശ്വസിക്കുന്ന കൊഞ്ചി എത്തോണ്ട് അങ്ങ് പോയിട്ട് നിക്കുന്നല്ലപ്പാ. തൊടുന്നായിട്ട് അവന് അതന്നെ തൂക്കി നടക്കുവായിരുന്നു. അതിന്റെ രോഗം എന്റെ കുട്ടിക്ക് കിട്ടിക്കോട്ടെ. എന്റെ തങ്കല്ലേ ആദ്യം മുത്തം. ഇങ്ങനെ പറയുമ്പോ ഇടുന്ന ഒരാൾ നോക്കുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോ ഒരുത്തന് ഇടുന്ന് നോക്കുന്നുണ്ട്. അല്ല, അവനക്കല്ല കിട്ടിയതല്ലേ. അച്ഛമ്മ ഞാൻ പോയിട്ട് ഓൻ പോയിട്ട് എന്ത് പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞു. അടുത്തിനെ എപ്പോൾ കോരിക്കൊള്ളാന്നുണ്ടാവും. ഇത് എപ്പാ കൊറിക്കല്ലേ കിട്ടുള്ളൂ. തങ്ക ഓ എല്ലാ തങ്കകളും ബെരി അച്ഛമ്മന്റെ അടുത്ത് അമ്മമ്മന്റെ അടുത്ത് ഇവള് പിടിച്ചിട്ട് ഡാൻസ് കളിക്കല്, തുള്ളല്, പാട്ട് പറയത് എല്ലാം നോക്കുന്നേ. നാനും പറയണുണ്ടായി, തുള്ളണുണ്ടായി. ഓലുള്ളാറ് മാമി നങ്കേരെ ആ പാട്ടക്ക് എനക്കാവില്ല ഇപ്പോ. അങ്ങനെയാ ഇപ്പൊ തൊണ്ടി മാറി. ഇപ്പൊ നമ്മളുടെ പോലത്തെ തൊണ്ടി മാറാ ഇല്ലല്ലോ സ്റ്റൈല്. എന്ത് പറയാ അമ്മ എങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ
നീ മുടിയെല്ലാം പറത്തിട്ട് അങ്ക വിൽക്കണം, നീ എല്ലാം അങ്ങ് ഉപകാരം ചെയ്യും. ആ ഫോണിന്റെ സൈഡിൽ വെക്കാട്ടാ, കണ്ടോ? ക്ലീൻ ആയിട്ട് ഈ 2 വിരൽ ഇങ്ങനെ വൃത്തിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ. ഈ സംഭവം പറയാൻ കാരണം വെച്ചാൽ ഓളൊരു ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് അടിപൊളിയാണെന്ന് എല്ലാവരും കാണിച്ചു തരാൻ തുടങ്ങിയ പരിപാടിയാട്ടെ ഇത്. പൊന്നു സോദരെന്തിനാ വേദന സഹിക്കണേ, മുട്ടത്തൈല വാങ്ങിത്തെ ചോളി. ഇതെന്റെ അന്ന ചെറുപ്പത്ത് കുട്ടിയായിരിക്കുമ്പോ ഉറക്കാൻ വേണ്ടിട്ട് പാട്ട് പാട്ട് പാടി ഓർമ്മയിലുണ്ട്. എന്താ അതെല്ലാം മറക്കുവഴി. ഒരു 2 വരെ എനിക്ക് ആരാരോ ആരാരോ എൻ തങ്ക മകളെ ആരീരോ ആരിക്കോറി വന്ന രാമരുക്കോർ സീത വന്ന കണ്ണോരങ്ക് പൊന്നോരങ്ക് കൺമണിയേ നീയോരങ്ക് ഇവിടെ ഉറങ്ങും. രാരാരോ രാരാരോ. ഇതാ പാട്ട് കേട്ടിട്ട് വന്ന അസമയായി എന്റെ പൊണ്ണുമോനെ, എന്റെ തങ്കരി തങ്കാരി, ആ സ്വാമി തങ്കാരി, ഡങ്ങടക്ക 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 ഡങ്ങടക്ക. ഇതടാ ഇവിടെ അച്ഛമ്മ ഓർക്കല്ലേ. തങ്കോ, അമ്മന്റെ മുഖം എവിടെ? ഇത് ടയർഡായിക്കല്ലേ ഇന്നലെ ഉറങ്ങായിട്ട്? എൻജോയ് നോക്കണം. ഇപ്പം പോയി വേണം അങ്ങനെയൊന്നുമില്ല. വന്നിട്ട് എൻജോയ് എന്നിട്ട് കിടക്കൽ വേണ്ടി ഇങ്ങനെ ഒറ്റ ഇറക്കണം. ഏച്ചിക്ക് ഇങ്ങനെ എല്ലായിടത്തും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ പിടിച്ച് വെച്ചിട്ട് വേറെയൊക്കെ പോവാ, അവിടെയൊക്കെ പോവാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിട്ട് പോകും. തട്ടില് വെച്ച താളമ്പൂ ആത്ത് മല്ല പൂത്തപ്പൂ അമ്മായി കൊണ്ടക്ക് ഏത്തപ്പൂ. ഇത് എല്ലാ കുട്ടികളാർക്കും അമ്മ പാടുന്ന പണ്ടേയുള്ള ഒരു പാട്ടാണ്. പുളിയാമ്പൂ തട്ടില് വെച്ച താളമ്പൂ ആത്ത് മല്ല പൂത്തപ്പൂ അമ്മായി കൊണ്ടക്ക് ഏത്തപ്പൂ. കൊണ്ടാന്ന് പറഞ്ഞ മുടി. പിന്നെ കൈവീസമ്മ കൈവീസ് കടയ്ക്ക് പോലാം കൈവീസ് മുട്ടായി വാങ്ങലാം കൈവീസ് ലഡ്ഡു വാങ്ങലാം കൈവീസ് കൈവീസമ്മ കൈവീസ്. പണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇതൊന്ന് കുറവല്ലേ, അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് അമ്മേന്റെ ഒരു പ്രസവം അമ്മേന്റെ അടുത്തുണ്ട്. ലാസ്റ്റത്തെ ഇരിക്കുന്ന മണിയാട്ടെ. ലാസ്റ്റ് അമ്മ സ്വന്തമായിട്ട് പ്രസവിച്ച് പൊക്കിള് മുറിച്ച കുട്ടിയാന്ന് മണിയാട്ടെ. പിന്നെ ചിന്തിക്കാൻ പോലുമല്ലേ ഇപ്പൊ പൂച്ചയിലെ സ്വന്തമായിട്ട് പ്രസവിച്ച് ഇതാക്കില്ല, അതുപോലെ നമ്മേ അല്ല അങ്ങനെ അത്ര പോലും അങ്ങനെ അല്ല മകളു. മുമ്പേ എല്ലാം ഒരു മൊബൈലില്ല, ഒരു TV ഇല്ല, ആസ്പത്രിയിൽ പോകണമെങ്കിൽ ഒരു കാറില്ല, ഒരു അധികം എന്തിനും ഒരു സൈക്കിളില്ല. മക്കൾക്ക് കളിക്കാന് ആ സൈക്കിൾ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചാല് നമുക്ക് അത് മേടിച്ചു കൊടുക്കാനും കഴിയില്ല. പ്രസവ വേദന വന്ന അപ്പൊ ഒരാള് നമ്മളുടെ വീട്ടിലേക്ക് വരും. എൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല അമ്മ, ഒന്നും വരും ഇരുട്ട് പറഞ്ഞിട്ട് നോക്കണ്ട പറയും. നീ പോകാണ്ടിരിക്കുവോ? നാരീനവളായ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നെന്ന്. അപ്പോൾ കുതിര ഓട്ടം ഓടും. അയാൾക്ക് ഓടാനാവില്ല. ഓടിവായോ എത്ര മണിക്ക് വേദന തുടങ്ങിയതോ എന്ന് പറഞ്ഞിട്ട് പോവും. വയറ്റിലേക്ക് എണ്ണ ഇട്ടിട്ട് ഉയ്യൂ, പുറത്തേക്ക് എണ്ണ ഇടൂ, കുറച്ച് വെള്ളം വെക്കാൻ പറയൂ, നടു നിക്കിപ്പെട്ട് നെഞ്ഞ് നിക്കിപ്പെട്ട് പാങ്ങ് ഒഴിഞ്ഞിട്ട് കൈകേക്ക് ഇതൊരു 1/4 മണിക്കൂറിലാവൂന്ന് പറയും. ആയിക്കോളും. ഒക്കിളു മുറിച്ച് കുട്ടിനെ കൈകി കൊടുക്കും വരും. അതേപോലെ അല്ല ഇതിനെ കണ്ടിട്ട് ലാസ്റ്റ് എന്താക്കിയിട്ടുണ്ടായിരുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയ്ക്ക് ഒരു കിറ്റ് കൊടുത്തിട്ടുണ്ടായി. അമ്മ ഫേമസ് ആയിട്ട്
ഒരു കിറ്റ് കൊടുത്തിട്ട് എന്നിട്ട് പ്രസവം എടുക്കാൻ പ്രസവം എടുക്കാൻ. എന്നിട്ട് അമ്മ കിട്ടൊന്നും യൂസ് ആക്കി ഉണ്ടായിട്ടില്ല. അമ്മന്റെ നോർമൽ എന്തുണ്ടായി അതേപോലെ ആക്കി ഉണ്ടായി. അതിനെ മനസ്സിലാക്കിയിട്ട് ഒരു കിറ്റെല്ലാം തന്നു. ഞാനൊരു കാര്യം പറയട്ടല്ലേ, ഇപ്രാവശ്യം ഞാൻ ഇപ്രാവശ്യം കവി പ്രസവിക്കും ഞാനും കൂടി കയറിയില്ലേ ലേബർ റൂമില്. ഭർത്താവിനെ കേട്ടു അതെ വിജോട്ടം കയറിയുന്നു. അത് വേണമ്മ. ഞാൻ പ്രസവം കണ്ട് ആദ്യമായിട്ട്. അറിയണോ അറിയണം. അറിയണോ അനുഭവം വെച്ചാല് ഭയങ്കര സംഭവം. ഞാൻ അതിനെ പറ്റി ഒരിക്കലും വീഡിയോ പറയുകയൊന്നും ചെയ്തില്ല. പക്ഷെ അനുഭവം എന്നെല്ലാം പറഞ്ഞു. അപ്പൊ നിങ്ങളെ ഒറ്റയ്ക്ക് എടുത്തു പറയുമ്പോൾ എനിക്കത് ചിന്തിക്കാൻ വരെ പറ്റുന്നില്ല. അത് ഭയങ്കര ഇവരുണ്ടായി മണികണ്ഠനെ പെട്ടപ്പോ അധികത്തിന്റെ ലാസ്റ്റ് വേദന വരുമ്പോ മാത്രം കൈനില്ല ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചിട്ട് പോയിട്ട് കിടന്നു. അപ്പൊ കൈ കെട്ടിയിട്ട് തലേന്റെ അടുത്ത് അവർ നിന്നിട്ടുണ്ടായി. ഇത് ആൺകുട്ടിന്ന് പറയുമ്പോ അമ്മാണെങ്കിൽ പെണ്ണിനെ ആഗ്രഹിക്കാൻ നിൽക്കുന്നതാണ്. നാലാമത്തതും ആണ്. അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമോ അച്ഛൻ മാലയിട്ട സമയത്രേ എനിക്ക് പേരെല്ലാം വെച്ചിട്ടുണ്ടായി മാളികപ്പുറത്തമ്മ പെണ്ണിന്റെ. ഈ ബൈ ചാൻസ് ഇപ്പൊ ഞാൻ പെണ്ണായിട്ടുണ്ട് എന്റെ പേര് മാളികപ്പുറത്തമ്മ മണികണ്ഠ. അതിൽ ഞാൻ പറഞ്ഞേ ഇവിടെ ഒരമ്മ പെണ്ണിന് കാത്തിരിക്കുക, അവിടെ ഒരു കേരളത്തിൽ ഒരമ്മ ആണിന് കാത്തിരിക്കുക. അതാണ് അതേ സംഭവം. അതാണ് അപ്പൊ ലാസ്റ്റ് വിധി എങ്ങനെ വന്ന് കണ്ട കാത്തിരുന്ന ആണോ കാത്തിരുന്ന പെണ്ണും. ഓക്കെ അതിന് സോയനിച്ചിട്ടെല്ലാം നിക്ക നമ്മ പറഞ്ഞേ നമ്മ കൊടുത്തത്ര പോരെ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. ആയി പോട്ടെ. കൈ കൊടുത്തത്ര പോരാ. കൈ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു. ആയിപ്പാ ശരി വരുന്നേ. ആയിപ്പാ അനിയേട്ടാ അപ്പൊ നമുക്ക് കാണാം നെക്സ്റ്റ്. ബൈ. ഓക്കെ ബൈ. ബൈ 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 ബൈ. ഇങ്ങോട്ട് കടിച്ചേവി. ബൈ ബൈ ബൈ. ശരി എന്നാ എനിക്ക് മനസ്സിൽ കാട്ടാ. അമ്മ ഇപ്പൊ ഡിസ്ചാർജ് ആയല്ലേ? ഇപ്പൊ തന്നെ ആയി കേട്ടാ. ഒരു അരമണിക്കൂറിൽ നമുക്ക് ഒരു ചോറെല്ലാം വെച്ചിട്ട് ഡിസ്പോസ്. ഓക്കെ ബൈ. രാവിലെ പോയ കൊണ്ട് അവിടെ ഇനി എങ്ങനെ ഉറക്ക തൂക്കിക്കൊണ്ടുണ്ടാവും അറിയില്ല. ദസറ കഴിഞ്ഞ് പോയി. കിടന്നത് 6 മണിക്ക്, എണിച്ചത് 6:30 7 മണിക്ക്. 6:30 അടി ഇരുന്നിട്ട് എണീച്ചു പോയി. നമ്മള് എണീച്ചിട്ട് കണ്ടിട്ടേ ഇല്ല. ഇന്നലെ നമ്മളെ കൂടെ തന്നെ ദസറക്കെല്ലാം ഉണ്ടായിരുന്നു എണീച്ച്. ഇന്ന് നമ്മൾ രാവിലെ എണീക്കുമ്പേ പോയി. അപ്പൊ നമുക്ക് വന്നിട്ട് നമുക്ക് കാണാം. എണീച്ചിട്ട് പറഞ്ഞു നമ്മളിട്ട് ഇറങ്ങാം. ബൈ.